അന്തരിച്ച പ്രശസ്ത സിനിമാ താരം സലീം കുമാറിന് സംസ്ഥാന ബജറ്റിൽ സ്മാരകം നിർമ്മിക്കാനായി 1 കോടി രൂപ അനുവദിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനവുമായി നടൻ മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയ രംഗത്ത് വന്നു. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചല്ല സ്മാരകം പണിയേണ്ടതെന്നും പിണറായി വിജയനെയും LDF സർക്കാരിനെയും ചീത്ത വിളിച്ചതും കോൺഗ്രസുകാരനായതും ആണ് അദ്ദേഹത്തിന്റെ യോഗ്യതയെങ്കിൽ സ്മാരകം പണിയേണ്ടത് KPCC ആണെന്നും നിസാർ പറയുന്നു. സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു നിസാറിന്റെ പ്രതികരണം. ഖജനാവ് കാലിയാണെന്നും പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണെന്നും നമ്മളോട് പലതവണ വിളിച്ചു പറഞ്ഞവർ തന്നെയാണ് ഒരു സിനിമാ നടന്റെ സ്മാരകത്തിനായി 1 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. ദുരന്തബാധിതരായ വയനാട്ടിലെ ജനങ്ങളോട് സർക്കാർ ചെയ്തത് എന്താണെന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർമ്മിക്കണം. സലീം കുമാറിനെ ഒരു കലാകാരൻ എന്ന നിലയിൽ തനിക്കും ഏറെ ഇഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വളരെയധികം ദുഃഖമുണ്ടെന്നും പറഞ്ഞ നിസാർ, എന്നാൽ ഇതിനായി ബജറ്റിൽ തുക വകയിരുത്തി വലിയ കാര്യമായി കൊണ്ടാടേണ്ടതില്ലെന്നും ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്നുമാണ് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും സർക്കാരിനെയും നന്നായി ചീത്ത വിളിച്ചതും കോൺഗ്രസിനെ അനുകൂലിച്ചതുമാണ് സ്മാരകത്തിനുള്ള യോഗ്യത എങ്കിൽ അത് എറണാകുളം DCCയോ KPCCയോ ഏറ്റെടുത്ത് ചെയ്യണമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ 10 കോടി വരെ പിരിച്ചെടുത്ത് സ്മാരകം പണിയാം. അല്ലാതെ ഇതിന് പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇനി സ്മാരകം കിട്ടണമെങ്കിൽ കോൺഗ്രസുകാരനാവുകയും എറണാകുളത്ത് പോയി താമസിക്കുകയും വേണം. ഞാനും നല്ലൊരു കോൺഗ്രസുകാരനാണ്, അങ്ങനെയെങ്കിൽ എനിക്കും സ്മാരകം കിട്ടുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തന്റെ പിതാവ് മാമുക്കോയ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും കോഴിക്കോട് നഗരത്തിൽ ഒരു സ്മാരകം പോലും പണിയാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും നിസാർ വളരെ വ്യക്തമായ രീതിയിൽ മറുപടി നൽകി. മരണസമയത്ത് കോർപ്പറേഷൻ അധികൃതരും നേതാക്കളുമൊക്കെ സ്മാരകം പണിയുന്ന കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ വെറുമൊരു പ്രതിമ പണിയുന്നതിനോട് തനിക്ക് താല്പര്യമില്ല. അത് വെയിലത്തും മഴയത്തും കാക്ക കാഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലൈബ്രറിയോ മറ്റ് സ്ഥാപനങ്ങളോ ഏതെങ്കിലും സിനിമാ സംഘടനകൾ ചെയ്യുകയാണെങ്കിൽ അതിനോട് മാത്രമേ യോജിക്കാനാകൂ എന്നും നിസാർ പറഞ്ഞു. സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തതിന്റെ പേരിലാണ് സലീം കുമാറിന് സ്മാരകം പണിയുന്നതെന്നും തന്റെ പിതാവിനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുതെന്നും പാവങ്ങളുടെ നികുതി പണമാണ് വെറുതെ പാഴാക്കുന്നതെന്നും കൂടെ നിസാർ പറയുന്നു. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സ്മാരകം പണിയുന്നത് ശരിയല്ല എന്നാണ് നിസാറിന്റെ അഭിപ്രായം. കലാകാരന്മാരെ ആദരിക്കേണ്ടത് സർക്കാരല്ലെന്നും അതിനായി സിനിമാ മേഖലയിൽ ഉള്ളവരുടെ സംഘടനകൾ തന്നെയാണ് മുന്നോട്ട് ഇറങ്ങേണ്ടതെന്നും കൂടെ നിസാർ പറയുന്നു. നിസാർ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സ്മാരകം പണിയാൻ KPCCയോ DCCയോ മുന്നോട്ടിറങ്ങിയാൽ എന്താകും അവസ്ഥ എന്നുകൂടെ ചിന്തിക്കണം. വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച കാശ് ഇപ്പോഴും യാതൊരു കണക്കും കാര്യവുമില്ലാതെ എവിടെയോ കിടക്കുകയാണ്. ഒരാഴ്ച, 1 മാസം, പിന്നീട് 100 ദിവസമൊക്കെ ആയിട്ടും വീടുകളുടെ പണിയിൽ ഒരു പുരോഗതിയും കാണാനില്ല. ഇനി സ്മാരകം പണിയാൻ പിരിച്ചാലും ഇതൊക്കെ തന്നെയാകും ഉണ്ടാവുക. 10 വർഷത്തെ ആക്രാന്തം മാറാൻ കുറച്ച് സമയമെടുക്കും.